നമസ്കാരം. പത്തനംതിട്ട ജില്ലയിലെ മുതിർന്ന CPM നേതാവ് സോമരാജൻ BJPയിൽ ചേർന്നു. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയിൽ നിന്ന് മെമ്പർഷിപ്പ് കൈപ്പറ്റിയാണ് ഇദ്ദേഹം പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചത്. പത്തനംതിട്ട കൂടൽ ലോക്കൽ കമ്മിറ്റി അംഗവും 5 വർഷം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായിരുന്നു ഇദ്ദേഹം. കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ, പറക്കോട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എന്നീ നിലകളിലും പ്രവർത്തിച്ചിരുന്നു. 1970 മുതൽ CPM പാർട്ടി മെമ്പറാണ്. ആദർശ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നവർക്ക് CPMൽ പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന സോമരാജൻ പറഞ്ഞു. പാർട്ടി ഈ സാഹചര്യത്തിൽ വലിയ വെല്ലുവിളിയാണ് പത്തനംതിട്ടയിൽ നേരിടുന്നത്. പത്തനംതിട്ടയിലെ ഏറ്റവും മുതിർന്ന നേതാവായ പത്മകുമാറാണ്, ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റായ പത്മകുമാറാണ് ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ജയിലിൽ കിടക്കുന്നത്. പാർട്ടി ഇദ്ദേഹത്തിനെതിരെ പോലും നടപടിയെടുക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ്. ഇത് നിയമസഭ അടുത്തു വരുന്ന ഒരു സാഹചര്യത്തിൽ വലിയ പ്രതികൂലമായാണ് പാർട്ടിയെ ബാധിക്കാൻ സാധ്യത. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുൾപ്പെടെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലൊക്കെയും പാർട്ടിയെ വലിയ പ്രതികൂലമായിട്ടാണ് ബാധിച്ചത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട CPM വലിയ പ്രതിരോധത്തിലാണ് ആയിരിക്കുന്നത്. എന്തു തന്നെയായാലും CPM പത്മകുമാറിൻ്റെ വിഷയത്തിൽ വലിയ പരുങ്ങലാണ്. ഇദ്ദേഹത്തിനെതിരെ ഒരു നടപടി പോലും എടുക്കുവാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല. അതിനിടെയാണ് കണ്ണൂരിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും പാർട്ടി പ്രവർത്തകർക്ക് വേണ്ടിയിട്ടുള്ള, അതായത് രക്തസാക്ഷി ഫണ്ട് തന്നെ വെട്ടിച്ചു എന്ന ആരോപണം ഉയർന്നു കേട്ടത്. പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന വ്യക്തി ഇതുമായി ബന്ധപ്പെടുത്തി പാർട്ടി പുറത്താക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ടും പത്മകുമാറിനെ പാർട്ടി പുറത്താക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പും നടത്തിയില്ല എന്നുള്ളത്. അതായത് ഗുരുതരമായ കുറ്റകൃത്യം ചെയ്യുന്നവരെ പാർട്ടിയിൽ ഉൾപ്പെടുത്തുകയും എന്നാൽ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു എന്ന രീതിയിലുള്ള വലിയ വിമർശനങ്ങൾ ഇപ്പോൾ CPM നേരിടുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.